നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ധർമ്മടം മീത്തലപ്പീടികയിൽ തീപ്പെട്ടി കമ്പനിയിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണച്ചതിനാൽ വൻ അപകടമൊഴിവായി. ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണം. തലശ്ശേരിയും കടൽപ്പാലവും ശുചീകരിച്ച് ക്രോസ്. തൃപ്പങ്ങോട്ടൂർ കുന്നോത്തുപുറം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പത്തായക്കല്ല് പാലം ഉദ്ഘാടനം 29-ന്. പാലം നിർമ്മിച്ചത് 2.25 കോടി രൂപ ചിലവിൽ. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇടം നേടി സൽമാൻ നിസാർ. തലശ്ശേരിയുടെ അഭിമാനം വാനോളം. വാർത്തകൾ വിശദമായി. തലശ്ശേരി ധർമ്മടത്ത് മീത്തലപ്പീടികയിൽ പ്രവർത്തിക്കുന്ന കാർത്തിക മാച്ച് വർക്ക്സ് കമ്പനിയിൽ തീപിടുത്തം. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് സംഭവം നടന്നത്. ഫയർഫോഴ്സ് എത്തി ഉടൻ തീയണച്ചതിനാൽ വൻ ദുരന്തം വഴിമാറി. സിറിൽ പി ദേവിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലാണ് അഗ്നിബാധയുണ്ടായത്. തീപ്പെട്ടിക്കൊള്ളികൾ ഉണക്കാനായി കൂട്ടിയിട്ട 4 ചേമ്പറിലൊന്നിൽ തീ പടരുകയായിരുന്നു. ഇതേ തുടർന്ന് കനത്ത പുകയാണ് ഇവിടെ രൂപപ്പെട്ടത്. തലശ്ശേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ രാജീവന്റെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം സംഭവസ്ഥലത്ത് കുതിച്ചെത്തി രക്ഷാപ്രവർത്തനം നടത്തി. നാട്ടുകാരും ജീവനക്കാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. 20,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തലശ്ശേരി കടൽപ്പാലവും പരിസരവും ശുചീകരിച്ചു. ക്രോസ് തലശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണം നടത്തിയത്. കതിരൂർ പഞ്ചായത്ത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയും കതിരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെയും ചുണ്ടങ്ങാപ്പൊയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെയും NSS കേഡറ്റുകൾ ശുചീകരണത്തിന് പങ്കാളികളായി. തലശ്ശേരി ജവഹർഗഡ് മുതൽ ഇന്ദിരാ പാർക്ക് വരെയുള്ള ഭാഗമാണ് ശുചീകരിച്ച് കടൽത്തീരം വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത്. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുനാറാണി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ജമുനാറാണി ടീച്ചർ പറഞ്ഞു. പ്രകൃതി സംരക്ഷണ ദിനവുമായി ബന്ധപ്പെട്ട് കതിരൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട കതിരൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ മറ്റേ സ്കൂളിൻ്റെ പേര് ചുണ്ടങ്ങാപ്പൊയിൽ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ വളരെ നല്ല നിലയിലുള്ള പ്ലാസ്റ്റിക് വിമുക്ത കടലോര പ്രദേശം എന്നുള്ള ഒരു സങ്കല്പ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങൾ വളരെ ഭംഗിയായി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കുട്ടികളുടെ ഈ സദുദ്യമത്തിന് എല്ലാവിധ ആശംസകളും തലശ്ശേരി നഗരസഭയുടെ ചെയ്യുകയാണ്. നമുക്കറിയാം, പിന്നെ വളരെ ചെറിയ കണികകൾ കടലിലേക്ക് പോയി പ്ലാസ്റ്റിക്കിൻ്റെ അമിത ഉപയോഗം കൊണ്ട് തന്നെ ഇന്ന് ജലസമ്പത്ത് അതുപോലെ തന്നെ മത്സ്യസമ്പത്തും ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല നിലയിൽ ഒരു മാലിന്യമുക്ത പ്ലാസ്റ്റിക് മുക്ത കടലോര പ്രദേശം എന്നുള്ള ഈ ലക്ഷ്യം നല്ല നിലയിൽ പൂർത്തീകരിച്ച ഈ കുട്ടികൾക്ക് 2 സ്കൂളിലെ കുട്ടികൾക്കും അങ്ങേയറ്റം ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. കടൽ തീരങ്ങളിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ വൃത്തിയാക്കി കടൽത്തീരം ശുചീകരിക്കുക എന്നതാണ് ക്രോസ് തലശ്ശേരി ലക്ഷ്യം വയ്ക്കുന്നത്. വരും ദിവസങ്ങളിൽ നഗരത്തിലെ മറ്റു വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റിനെ സംഘടിപ്പിച്ചുകൊണ്ട് ശുചീകരണം നടത്തുമെന്നും ക്രോസ് ഭാരവാഹികൾ പറഞ്ഞു. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മലിനപ്പെടുന്നത് കടലുകളാണ് എന്നുള്ള പഠനം വന്നിരിക്കുകയാണ്. എല്ലാ ലോകരാജ്യങ്ങളിലുള്ള മാലിന്യങ്ങൾ കടലിലേക്കാണ് ഒഴുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പാരിസ്ഥിതിക വിഷയങ്ങളെ ജനങ്ങളിൽ എത്തിക്കുക, അത്തരം സന്ദേശങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണ് ഈ ഒരു ഉദ്യമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കതിരൂർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പ്രവർത്തനത്തിന് വളരെ പേരുകേട്ട രാജ്യമെമ്പാടും ശ്രദ്ധിച്ച ശുചിത്വ പ്രവർത്തനം നടന്ന കതിരൂർ പഞ്ചായത്തിലെ 2 ഹൈസ്കൂളിലുള്ള NSS യൂണിറ്റുകളാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത്. ഇതിനെല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നത് തലശ്ശേരി മുനിസിപ്പാലിറ്റിയാണ്. എല്ലാവരെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളെ, രക്ഷിതാക്കളെ, അതേപോലെ അധ്യാപകരെ, മീഡിയ പ്രവർത്തകരെ എല്ലാവരെയും ഉള്ള നന്ദി ഇവിടെ പ്രകാശിപ്പിക്കുക. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടെന്നും കടൽപ്പാലത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇത്തരത്തിൽ വലിച്ചെറിയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഇരു വിദ്യാലയങ്ങളിലെയും NSS ഓഫീസർമാർ പറഞ്ഞു. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഭീഷണിയുള്ള ഒരു കാര്യമാണ് പ്ലാസ്റ്റിക്കിൻ്റെ മലിനീകരണം. അത് നമ്മുടെ കടൽ സമ്പത്തിനെ പോലും നശിപ്പിക്കുന്ന അവസ്ഥയിലെത്തിയത് വളരെയധികം നമുക്ക് മത്സ്യസമ്പത്തിനെ എല്ലാം ബാധിക്കുന്ന രീതിയിൽ
ഒരു ഭീഷണിയായി തന്നെ അത് വളർന്നു വരികയാണ്. അതിനെ പ്രതിരോധിക്കാൻ ഒരു ബോധം, സമൂഹത്തിലൊരു ബോധം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട NSS ടീം കുട്ടികൾ ഇതിന് സന്നദ്ധരായി എത്തിയിരിക്കുകയാണ്. ഇങ്ങനൊരു അവസരം തന്ന നമ്മുടെ ക്രോ എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തകർക്കും മീഡിയ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു സന്തോഷം രേഖപ്പെടുത്തുന്നു. തലശ്ശേരി കടൽ തീരം വൃത്തിയായി ശുചിത്വമായി സൂക്ഷിക്കുക എന്നുള്ള കതിരൂരിലെ ക്രോസ് എന്ന സംഘടനയുടെ ഭാഗമായി നമ്മളോട് ഈ ഒരു കാര്യം NSSൻ്റെ വളണ്ടിയേഴ്സിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ വളരെ ആവേശത്തോടു കൂടിയാണ് ഇതിനെ അവർ അതിനെ അഭിമുഖീകരിച്ചതും അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തതും. ഏതായാലും നമ്മുടെ വളണ്ടിയേഴ്സിന് ആ ശുചിത്വത്തെക്കുറിച്ചുള്ളൊരു നല്ലൊരു ബോധം ലഭിക്കാനും അതുവഴി അവരുടെ വീടുകളിലും അവരുടെ സമൂഹത്തിൽ അവരിടപെടുന്ന സമൂഹത്തിലൊക്കെ ശുചിത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ ഒരു ദിവസത്തെ ഈ ശുചിത്വ പരിപാടി കൊണ്ട് സാധ്യമായി എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഇനിയുള്ള കാലങ്ങളിലും ഈ ഒരു ഉദ്യമത്തിന് ഞങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹായവും ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട NSSൻ്റെ വളണ്ടിയേഴ്സിന് അതുപോലെ തന്നെ ഇത് സംഘടിപ്പിച്ച ക്രോസ് കതിരൂർ അവർക്കൊക്കെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാർഡ് കൗൺസിലർ COT ഷബീർ അധ്യക്ഷനായി. പ്രകാശൻ മഹിജാസ്, NSS കോർഡിനേറ്റർമാരായ ഫൈസൽ മാസ്റ്റർ, വിദ്യ ടീച്ചർ, ക്രോസ് കൺവീനർ സജിത് നാലാമൈൽ, കോർഡിനേറ്റർ പ്രകാശൻ മഹിജാസ് എന്നിവർ നേതൃത്വം നൽകി. തൃപ്പങ്ങോട്ടൂർ കുന്നോത്തുപറമ്പ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പത്തായക്കല്ല് പാലം ഉദ്ഘാടനം 29-ന് വൈകിട്ട് 5-ന് KP മോഹൻ MLA അധ്യക്ഷതയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. 2.25 കോടിയിലേറെ രൂപ ചിലവഴിച്ചാണ് പാലം പണിതത്. ഇരു പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് പുനർനിർമ്മിച്ചത്. വീതി കുറഞ്ഞ പഴയ പാലം പൊളിച്ചുമാറ്റിയാണ് അതേ സ്ഥലത്ത് തന്നെ വീതി കൂടിയ പുതിയ പാലം നിർമ്മിച്ചത്. 2.25 കോടിയിലേറെ രൂപ ചിലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. 21.20 മീറ്റർ നീളമാണ് പാലത്തിനുള്ളത്. ഇരുഭാഗങ്ങളിലും 1.50 മീറ്റർ വീതിയിൽ നടപ്പാതയും നിർമ്മിച്ചിട്ടുണ്ട്. 11 മീറ്ററാണ് പാലത്തിന്റെ വീതി. പാലത്തിന്റെ അടുത്തേക്ക് പൈൽ ഫൗണ്ടേഷനാണ് നൽകിയിട്ടുള്ളത്. പാലത്തിന്റെ ഇരുവശത്തും 100 മീറ്റർ നീളത്തിൽ അനുബന്ധ റോഡുകളും കൂടാതെ ആവശ്യമായ ഇടങ്ങളിൽ കോൺക്രീറ്റ് പാർശ്വഭിത്തിയും ഡ്രൈനേജും റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ പാലം യാഥാർത്ഥ്യമായതോടെ ഈ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നതെന്ന് KP മോഹനൻ MLA പറഞ്ഞു. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പാലത്തിന്. പ്രത്യേകിച്ച് നല്ല വെള്ളക്കെട്ടുള്ള വെള്ളമൊഴുക്കുള്ള ഒരു പ്രദേശമായിരുന്നു വടക്കേ പൊയിലൂർ. കാർഷിക മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ തോട്ടിൽ നിന്നും വെള്ളമെടുത്തിട്ടാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഈ പാലം ഒരുപാട് പഴക്കമുള്ള പാലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് മാറ്റി പുതിയ പാലം നിർമ്മിക്കുകയാണ്. പക്ഷേ 21 മീറ്റർ നീളവും 11.5 മീറ്റർ വീതിയുമുള്ള പാലം രണ്ട് ഭാഗത്തും നടപ്പാതയുമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അത് ഈ പ്രദേശത്തെ സംബന്ധിച്ച് ബന്ധിപ്പിക്കുക മാത്രമല്ല, ഈ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ മറ്റ് പ്രദേശങ്ങളോട് യോജിപ്പിക്കുമ്പോൾ വലിയ പാലമായിട്ടാണ് എല്ലാവരും കാണുന്നത്. നല്ല ഉയരമുള്ള പാലവുമാണ്. ഇപ്പോഴെല്ലാ പാലങ്ങളും ഉയരത്തോടു കൂടിയാണ്, പ്രത്യേകിച്ച് ബോട്ട് തോണികളൊക്കെ തന്നെ കടന്നു പോകാൻ പാകത്തിലാണ് ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ പണി കഴിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, അത് അന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രിയും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ MP അടക്കമുള്ള MPമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന കെയിൽ, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ലത ഒക്കെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, പിന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് ജനങ്ങളൊക്കെ തന്നെ വളരെ ആവേശത്തോടു കൂടി അതിനുവേണ്ടിയുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു സഹസംഘം രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആ സഹസംഘം അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാലും അക്ഷരാർത്ഥത്തിൽ ഒരു നല്ല ഉത്സവച്ചായയോടുകൂടി ആ പാലം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അന്നത്തെ 29-ന് വൈകിട്ട് 5-ന് KP മോഹനൻ MLA അധ്യക്ഷതയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. MPമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുക്കും.
BCCIയുടെ ദുലീപ് ട്രോഫിയിൽ ഇടം നേടി തലശ്ശേരി സ്വദേശി സൽമാൻ നിസാർ. രഞ്ജി ട്രോഫിയിൽ കേരളത്തെ റണ്ണറപ്പാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച സൽമാൻ നിസാറിന് ഇതാദ്യമായാണ് ദുലീപ് ട്രോഫിയിൽ അവസരം ലഭിക്കുന്നത്. ഇന്ത്യൻ താരം തിലക് വർമ്മ നയിക്കുന്ന സൗത്ത് സോൺ ടീമിലേക്കാണ് ഇടം കയ്യൻ മധ്യനിര ബാറ്റ്സ്മാനായ സൽമാൻ നിസാർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 14 വരെ ബംഗളൂരു BCCI സെന്റർ ഓഫ് എക്സലൻസിൽ നടക്കുന്ന ചതുർദിന മത്സരങ്ങളിൽ നോർത്ത് സോൺ, വെസ്റ്റ് സോൺ, ഈസ്റ്റ് സോൺ, സെൻട്രൽ സോൺ, നോർത്ത് ഈസ്റ്റ് സോൺ എന്നീ ടീമുകൾ മത്സരിക്കും. 2013 ദുലീപ് ട്രോഫിയിൽ സൗത്ത് സോൺ ടീം അംഗമായിരുന്ന ഇടംകയ്യൻ സ്പിന്നറായ CP ഷാഹിദിന് ശേഷം ആദ്യമായാണ് ഒരു തലശ്ശേരിക്കാരൻ ദുലീപ് ട്രോഫി ടീമിൽ ഉൾപ്പെടുന്നത്. തലശ്ശേരി പാലിശ്ശേരി പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം ബൈത്തുൽ നൂറിൽ മുഹമ്മദ് നിസാറിന്റെയും നിലോഫറിന്റെയും മകനായ സൽമാൻ നിസാർ ഇംഗ്ലീഷ് ബിരുദധാരിയാണ്. ലുക്മാൻ, മിഹ്സാൻ എന്നിവർ സഹോദരങ്ങളാണ്. മാഹി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തക സമിതി അംഗവും 9ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഈസ്റ്റ് പള്ളൂരിലെ കോൺഗ്രസ് നേതാവ് KK മനോജിനെ അനുസ്മരിച്ചു. 3ാം ചരമവാർഷിക ദിനത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. മാഹി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. മാഹി MLA രമേശ് പറമ്പത്ത് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് പോകാനും സാധ്യമാകുന്ന ഒരു പ്രവർത്തന രീതിയാണ് ഈ അനുശോചന സമ്മേളനങ്ങൾ ഇന്നുകൂടെ സൂചിപ്പിക്കുകയാണ്. അതേപോലെ ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട 2 ദിവസം മുമ്പ് നമ്മുടെ സത്യനാഥൻ, ഇന്നലെ നമ്മുടെ മുൻ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് നമ്മുടെ മനയിൽ കുഞ്ഞമ്പതി ഹാജിയുടെയും അതേപോലെ തന്നെ K മൊയ്തു സാഹിബിന്റെയും ചരമദിനം ഇന്നലെ ആചരിച്ചു. അവരൊക്കെ മാഹിയിൽ വലിയ ഒരു കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങളെ കോൺഗ്രസിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഈ മതേതര ജനാധിപത്യം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ നമ്മുടെ പിന്നിൽ നമുക്കൊരു പ്രേരക ശക്തിയായി എന്നും ഈ വലിയ ഒരു നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവരും അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും ഒക്കെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. K മോഹനൻ അധ്യക്ഷനായി. PP വിനോദ്, K ഹരീന്ദ്രൻ, PTC ശോഭ, PP ആശാലത, P ശ്യാംജിത്ത്, PK സതീഷ് കുമാർ, K ദാമോദരൻ, പത്മനാഭൻ പത്മാലയം, KV ഹരീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗത്ത് ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. തലശ്ശേരി വ്യാപാര ഭവനിലാണ് സമ്മേളനം നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് യൂണിയൻ എന്ന് പറയുമ്പോൾ നല്ലൊരു പ്രവർത്തനത്തിലൂടെ നമുക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സാധിക്കുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സംഘടനയുടെ ഏറ്റവും പ്രഥമമായ ഉദ്ദേശം. ആ തരത്തിൽ അംഗങ്ങളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ജില്ലാ സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിലൊരു സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ സംഘടനയ്ക്ക് എല്ലാവിധ ആശംസകളും ആദ്യമേ തന്നെ നേരുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ സംഘടനയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മൾ തിരിച്ചറിയുക. ഏതൊരു ഒറ്റയ്ക്കുള്ള പ്രവർത്തനങ്ങളെക്കാളും നമുക്ക് മെച്ചപ്പെടുക നമ്മുടെ സംഘടനയോടൊപ്പം പ്രവർത്തിക്കാനാണ്. ഇപ്പോൾ അധ്യക്ഷനോട് വിശദീകരിച്ചു, മറ്റുള്ള സ്ഥലങ്ങളിലുള്ളതുപോലെ കേരളത്തിലൊരു അനുകൂല നിലപാടല്ല. ഓരോ കാലത്തിൻ്റെ അവസ്ഥയ്ക്കനുസരിച്ച് നമ്മുടെ അനുകൂലവും പ്രതികൂലമായ ഘടകങ്ങൾ ഉണ്ടാവും. അതിനെ നമുക്ക് അനുകൂല ഘടകമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ മെമ്പർമാരുടെയും ആവശ്യവും ആവശ്യകതയും. അതിനനുസരിച്ച് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുക, എല്ലാ യൂണിയൻ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകുക, നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടടുത്ത് അറിയിക്കുക. അത്തരത്തിൽ സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ അംഗങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ജില്ലാ പ്രസിഡന്റ് KP മുരളീധരൻ അധ്യക്ഷനായി. BJP മുൻ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്, മുസ്ലിം ലീഗ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് K ലത്തീഫ്, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി PO റാഫി ഹാജി, സംസ്ഥാന നേതാക്കളായ AV ജോസ്, വീരേന്ദ്രകുമാർ, പ്രസാദ് നരിക്കുനി, P സുരേന്ദ്രൻ, അരവിന്ദൻ, PV അലി, PV മജീദ്, ജിതേഷ്, ഉമേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മറ്റുള്ളവർ ചെയ്യുമ്പോൾ നാട്ടിലൊരു ബ്രോക്കറോ പാവപ്പെട്ട കുഞ്ഞിരാമത്തിനെ കാണിച്ചാൽ അതായത് നാട്ടിലെ ബ്രോക്കറാന്ന് പറയും, അത് ഇവിടുത്തെ ബ്രോക്കറാണ്. അതേസമയം വലിയ പണക്കാരുടെ മക്കൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ വൻകിട കച്ചവടക്കാരുടെ മക്കളൊക്കെ എനിക്കറിയാം. ഒട്ടുമിക്ക ആളുകളും റിയൽ എസ്റ്റേറ്റിൽ നിന്നാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ എത്രയോ ആളുകൾ ഒരു കാലത്ത് റിയൽ എസ്റ്റേറ്റ് ആയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ, റിട്ടയർഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ, സർവീസിലിരുന്ന CIയും അതുപോലെ തന്നെ DYSPയും ഒക്കെ ആളുകളൊക്കെ റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു.
ഒട്ടുമിക്ക ആളുകൾ നമുക്കറിയാം. സമൂഹത്തിൽ നമ്മൾ ഉന്നതരായിരിക്കുന്ന ആളുകളൊക്കെ എന്ന് പറയുമ്പോൾ 10 പൈസ കിട്ടുന്ന നല്ല സുഖകരമായ ജോലി എന്ന രീതിയിലാണ് ഉപയോഗപ്പെടുന്നത്. കാരണം 2 തെറ്റും മുട്ടിച്ചോടുത്താണ് ബാക്കി കാര്യം അന്റിങ് തരണമെന്ന് പറയും. എനിക്കറിയാം, ഉപ്പ മകന് സ്ഥലം മേടിച്ചു കൊടുക്കുമ്പോൾ അച്ഛൻ മകന് സ്ഥലം മേടിച്ചു കൊടുക്കും, 1% എനിക്ക് തരണേന്ന് പറയും. എത്രയോ ആളുകൾ നമുക്കറിയുന്ന കാര്യമാണ്. 3% ആകെ തരുക, അതിൽ 2% ആക്കാൻ നോക്കും. പരമാവധി എങ്ങനെയെങ്കിലും കോഴി ചെള്ളുന്ന പോലെ ഉള്ളിലോട്ടേ ചെള്ളൂ, പുറത്തോട്ട് ചെല്ലില്ല. വീട്ടിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്ന കുറേ ആളുകളുണ്ട്. അതായത് മകന് വേണ്ടി സ്ഥലം അന്വേഷിക്കുന്ന ഉപ്പ പറയുന്നത് മകന് സ്ഥലം മാത്രം പോരാ, അയാൾ പറയും എന്നെയും കൂടി കാണണം. കല്ലിക്കണ്ടി NAM കോളേജ് അലൂമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം നൊസ്റ്റാൾജിയ 25 സംഘടിപ്പിച്ചു. കോളേജ് അങ്കണത്തിൽ നടന്ന പരിപാടി MEF ജനറൽ സെക്രട്ടറി PPA ഹമീദ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PPA ഹമീദ് നൊസ്റ്റാൾജിയ 25 ഉദ്ഘാടനം ചെയ്തു. ഈ NAM ക്യാമ്പസിലേക്ക് വന്നത് തന്നെ ഏറെ സന്തോഷകരമായ കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ സഹപാഠികളെയും സഹപ്രവർത്തകന്മാരൊക്കെ വീണ്ടും നേരിട്ട് കാണാൻ, ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ബന്ധങ്ങളുണ്ടാകുമെങ്കിലും നേരിട്ട് കാണുമ്പോഴുള്ള ഒരു പ്രത്യേക സൗഭാഗ്യം അത് എല്ലാവർക്കും അനുഭവിച്ച് അറിയാൻ മാത്രം കഴിയുന്ന കാര്യമാണ്. അങ്ങനെ ഒരു വേദി ഒരുക്കിയ ഇതിന്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഞാൻ ഇവിടെ കേട്ടി കാര്യം പറയുന്നില്ല. ഈ കോളേജിന്റെ സ്റ്റാർട്ടിംഗ് മുതലൂടെ പഠിച്ച വിദ്യാർത്ഥികളുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറിൽ അന്നുണ്ടായിരുന്ന എല്ലാ പരിമിതികളും ഇന്ന് അവസാനിച്ചു. ഏറ്റവും നല്ല നിലയിൽ ഈ കോളേജ് എത്തിച്ചേർന്നു പറ്റും. അതിന് ഒരുപാട് സഹായങ്ങൾ അലുമിനിയുടെ ഭാഗത്ത് സംഘടനാപരമായും വ്യക്തിപരമായും ഈ സ്ഥാപനത്തിൽ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള പ്രയാണത്തിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ സഹായം, മാത്രമല്ല ഭാവികളൊക്കെ ഈ സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള കഴിവിട്ട കരങ്ങളടക്കം നമ്മുടെ മുൻ വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരുപാട് നമ്മുടെ മുന്നിലുള്ള പദ്ധതികളുണ്ട്. മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ പുത്തൂർ മുസ്തഫ മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പാൾ KS മുസ്തഫ, മുൻ പ്രിൻസിപ്പാൾമാരായ പ്രൊഫസർ N കുഞ്ഞമ്മദ്, ഡോക്ടർ K മുഹമ്മദ് കുട്ടി, ഡോക്ടർ T മജീഷ്, MEF ട്രഷറർ R അബ്ദുള്ള മാസ്റ്റർ, സെക്രട്ടറി സമീർ പറമ്പത്ത്, ഡോക്ടർ VB ഹസീബ്, അലുമിനി സെക്രട്ടറി N ഫിർദൌസ്, M ഗഫൂർ, MP യൂസഫ്, മുഹമ്മദ് പേരാമ്പ്ര, MK സഫീറ എന്നിവർ പ്രസംഗിച്ചു. KP ചായ് മാനേജിംഗ് ഡയറക്ടർ KP മുഹമ്മദ് മുഖ്യാതിഥിയായി. റിട്ടയർ ചെയ്ത അധ്യാപകരെയും അനധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. അലുമിനി നൽകുന്ന 1.5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ചടങ്ങിൽ വെച്ച് പ്രിൻസിപ്പാളിന്റെ കൈമാറി. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് അലുമിനി AE പ്രസിഡന്റ് ഫൈസൽ മുഹമ്മദ്, ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റ് സലീം പാറക്കടവ്, ബാംഗ്ലൂർ ചാപ്റ്റർ പ്രസിഡന്റ് E നൌഷാദ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കലാപരിപാടികൾ മീഡിയ 1 ന്യൂസ് റീഡർ KE ദിവ്യ ഉദ്ഘാടനം ചെയ്തു. K റൌഫ്, സുബൈർ റേരോത്ത്, K ജുബൈർ, അഫ്സൽ മുണ്ടത്തോട്, K മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ലയൺസ് ക്ലബ്ബ് തലശ്ശേരി സിറ്റിയുടെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. PS സൂരജ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ലയൺസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. സ്ഥാനാരോഹണ ചടങ്ങ് PS സൂരജ് ഉദ്ഘാടനം ചെയ്തു. വിജില അനീഷ് അധ്യക്ഷയായി. സത്യപ്രസാദ് ഷെണായി മുഖ്യാതിഥിയെ സദസ്സിനെ പരിചയപ്പെടുത്തി. സിൽവില ദിനേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രസിഡന്റ് ദീപേഷ്, അനൂപ് കുമാർ, സജീവ് മാണിയത്ത്, K അനീഷ് കുമാർ, പവിത്രൻ എന്നിവർ സംസാരിച്ചു. ദിനേഷ് സ്വാഗതവും കനകൻ നന്ദിയും പറഞ്ഞു. രൂപ്ദിയ ദിനേഷ് പതാക ഉയർത്തി. സിന്ധു സജീഷ് പ്രാർത്ഥന നടത്തി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം,
BCA, BA and MA English, MCom, BSc Artificial Intelligence and Machine Learning, BSW, BSc Data Science, BSc Psychology, MBA, MCA, കൂടാതെ CMA, CAT, Logistics, Cyber Security and Ethical Hacking, Aviation എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്നതുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ് ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ,
ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകൾ തുടരുന്നു. പീപ്പിൾസ് മിഷൻ ഏർപ്പെടുത്തിയ ഏറ്റവും നല്ല ലൈബ്രറി സെക്രട്ടറിക്കുള്ള അവാർഡ് നേടിയ പിണറായി വെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപന് പൗരസ്വീകരണം നൽകി. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വായനശാലയുടെ സംഘാടകന്മാരിൽ പ്രമുഖൻ, ഏറ്റവും മികച്ച സംഘാടകൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സംഘാടന മികവ് 94 കണ്ടതാണ്. 94 കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ESON ഫെസ്റ്റിവലിന്റെ മുഖ്യ സംഘാടകൻ എന്ന ടി അനിൽ വിദ്യയാണ്. ആ വർഷം തന്നെ SFIയുടെ യൂണിറ്റ് സമ്മേളനം നടന്നപ്പോൾ യൂണിറ്റ് കമ്മിറ്റിയിൽ ഞാൻ വന്നു. ജനകീയ പ്രശ്നങ്ങൾ അപ്രകാരം ഏറ്റെടുക്കുന്നത്, അതുപോലെ തന്നെ പാറപ്പുറം മേഖലയിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തെയും ഒപ്പം ഗ്രന്ഥശാലയുടെ ഭാഗമായി ജില്ലയിലെമ്പാടും നിങ്ങളുടെ കഴിവും പ്രാപ്തിയും വിനിയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവുന്ന വിശ്വാസം. കാരണം ഏത് പ്രവർത്തനം ഏറ്റെടുത്താൽ വിന്യസ്തം ആദ്യം ഉണ്ടാവും. പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ അധ്യക്ഷനായി. CPIM പിണറായി ഏരിയ സെക്രട്ടറി കെ ശശിധരൻ, ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, സിനിമാ സംവിധായകൻ ടി ദീപേഷ്, കതിരൂർ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ, പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി പനോളി വത്സൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ പ്രസാദൻ, കെ മഹേഷ് കുമാർ, പലേരി സുരേഷ് ബാബു, വായനശാല വൈസ് പ്രസിഡന്റ് KP രാമകൃഷ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഇ പ്രമോദ് സ്വാഗതവും M പ്രജീഷ് നന്ദിയും പറഞ്ഞു. വിവിധ സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടി അഡ്വക്കേറ്റ് വി പ്രദീപനെ ആദരിച്ചു. കർഷക ദമ്പതികളായ MC രാഘവനും യശോദയും ചേർന്ന് അഡ്വക്കേറ്റ് വി പ്രദീപനെ പൊന്നാട അണിയിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. KPSTA പാനൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി രണ്ടാമത് ഗോൾഡ് മെഡൽ വർണ്ണോത്സവം ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പാനൂർ വെസ്റ്റ് UP സ്കൂളിലാണ് മത്സരം നടന്നത്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഭാഗമായി രണ്ടാമത് ഗോൾഡ് മെഡൽ വർണ്ണോത്സവം ചിത്രരചനാ മത്സരം പാനൂർ വെസ്റ്റ് UP സ്കൂളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് K മജീദ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മുന്നിൽ കാരുണ്യ സ്പർശവുമായി ഒരു ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഏറ്റവും പ്രിയപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പാനൂർ ഉപജില്ലാ കമ്മിറ്റി സംസ്ഥാനത്തെ 163 ഉപജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നടപ്പിലാക്കുന്ന, ഉമ്മൻചാണ്ടി കുട്ടികളെ സ്നേഹിച്ചിരുന്ന, അതുപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ചിരുന്ന അശരണരായ ആളുകളെ സഹായിച്ചിരുന്ന ആ മഹാവ്യക്തിത്വത്തിൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി പാനൂർ ഉപജില്ലാ കമ്മിറ്റി നടത്തുന്ന ഒരു വേറിട്ട അക്കാദമിക പ്രവർത്തനമാണ് വർണ്ണോത്സവം. ഈ വർണ്ണോത്സവം ഉപജില്ലാ കമ്മിറ്റി പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം വലിയ പങ്കാളിത്തത്തോടു കൂടി LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിൽ 3 തലങ്ങളിലായിക്കൊണ്ട് ചിത്രരചനാ മത്സരം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത ദിവസം 9-ാം തീയതിയോടുകൂടി ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് വൃദ്ധസദനത്തിൽ ഒരു ദിവസത്തെ ഭക്ഷണവും KPSTയുടെ പാനൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുടെ വലിയ നല്ല മനസ്സോടുകൂടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ പരിപാടിയിൽ KPSTയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഒരിരട്ടി മധുരമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഉമ്മൻചാണ്ടിയെ സ്മരിക്കുന്നു, വർണ്ണോത്സവം നടത്തുന്നു. ആ വർണ്ണോത്സവത്തിൽ പങ്കെടുത്ത് അതിലെ ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഗോൾഡ് മെഡൽ സമ്മാനിക്കുന്നത്, അതിനു വേണ്ട മുഴുവൻ പൈസയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് രാജീവ് ഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ഗിരിജ ടീച്ചറാണ്. ഗിരിജ ടീച്ചർ ഒരു പ്രത്യേകത, ഗിരിജ ടീച്ചർ 9 വർഷക്കാലം ശമ്പളമില്ലാതെ ജോലി ചെയ്ത ഒരു ടീച്ചറാണ്.
ആ ടീച്ചർക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്തതിൽ നിന്ന് മാറ്റം വരുത്തിക്കൊണ്ട് അവർക്കൊരു ജീവിതം നൽകുന്നതിന് വേണ്ടി ആ ടീച്ചർക്ക് അവരുടെ തസ്തിക അംഗീകരിച്ച് നിയമനാംഗീകാരം നൽകാൻ കാരണഭൂതനായത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ 100 ദിന പാക്കേജിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ പാക്കേജാണ്. പാനൂർ ഉപജില്ലാ പ്രസിഡന്റ് OP ഹൃദ്യ അധ്യക്ഷയായി. സംസ്ഥാന സെക്രട്ടറി PP ഹരിലാൽ, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ ദിനേശൻ പാച്ചോൾ, CVA ജലീൽ, ജില്ലാ ട്രഷറർ രജീഷ് കാളിയത്താൻ, KP രാമചന്ദ്രൻ, MK രാജൻ, KK മനോജ്, RK രാജേഷ്, B വിപിൻ, KC സന്ദീപ്, TP ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. ഉപജില്ലയിലെ നിരവധി വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കാളികളായി. കൊളവല്ലൂർ ഹൈസ്കൂൾ 1988 ബാച്ചിന്റെ ആഭിമുഖ്യത്തിൽ മേഖലയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. KP മോഹൻ MLA ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. കൊളവല്ലൂർ ഹൈസ്കൂളിൽ 1988 അധ്യയന വർഷത്തിൽ SSLC പഠനം പൂർത്തിയാക്കിയ ബാച്ചിന്റെ നേതൃത്വത്തിലാണ് അനുമോദന യോഗം സംഘടിപ്പിച്ചത്. മേഖലയിൽ നിന്നും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി ആദരിച്ചത്. KP മോഹനൻ MLA ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ചടങ്ങിൽ ആദരിച്ചു. ഒത്തുകൂടലും അന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ചപ്പോഴും SSLC പരീക്ഷയിൽ നന്നായിട്ട് എഴുതുകയും പാസ്സാവുകയും പാസ്സാകാതെ പരാജയപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തവർക്കും ഒരു വലിയൊരു അനുഭവമാണ്. പിന്നെ അതുമാത്രമല്ല, സ്കൂൾ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെ ഒരു സുഖമുള്ള ജീവിതം നമുക്ക് ഒരിക്കലും വരില്ല. അതാണ് പറയുന്നത്, വീണ്ടും തിരുമുറ്റത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പാട്ടുകൾ ഉൾക്കൊണ്ടുന്നതാണ്, ഒരിക്കലും തിരിച്ചു വരില്ല. പക്ഷെ അതേസമയം ഇങ്ങനെ കൂടുമ്പോൾ തിരിച്ചു വന്നു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. പിന്നെ ഇന്നത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുക, ഇതൊക്കെയാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഈ അടുത്ത ദിവസം മരണപ്പെട്ട VSനെ കുറിച്ചുള്ള ഓർമ്മകൾ, ഇതൊക്കെ തന്നെ ഇങ്ങനെ പറയാനുള്ള ഒരു വേദിയാക്കിയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. പല M സുകുമാരൻ അധ്യക്ഷനായി. MP സലീം, M കുഞ്ഞിക്കണ്ണൻ, C ദിവാകരൻ, OP പ്രേമൻ, TK സന്തോഷ്, സുരേഷ് കോട്ടായി, CK സുജല എന്നിവർ സംസാരിച്ചു. കരിയാട് കിടഞ്ഞിയിലെ റയരോത്ത് കുടുംബാംഗങ്ങൾ ഒത്തുകൂടി. കുടുംബസംഗമം പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയികളെ ചടങ്ങിൽ ആദരിച്ചു. കരിയാട് കിടഞ്ഞിയിലെ രേരോത്ത് കുടുംബാംഗങ്ങൾ ഒരു വട്ടം കൂടി ഒത്തുചേർന്നു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം നേടിയ കുടുംബാംഗങ്ങളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. മുഹമ്മദ് ഖുർആൻ ഹൃദയസ്ഥമാക്കിയ യഹ്സാൻ ഇസ്ലാം കുടുംബം എന്ന് പറയുന്നത്, നിങ്ങളിവിടെ ഈ കുടുംബ സംഗമത്തിന് വൈസ് ചെയർമാനുണ്ട്, ചെയർമാനുണ്ട്, ഭാരവാഹികളുണ്ട്. കുടുംബം പഴയ കാലങ്ങളിൽ നിലനിന്ന് പോയത് ആ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലുമുള്ള ഒരു യോജിപ്പുണ്ടായിരുന്നു, അവസാന വാക്കുകളുണ്ടായിരുന്നു. മുന്നിലേക്കെത്തുന്ന എല്ലാ വിഷയങ്ങളെയും പരിഹരിക്കാൻ, പരിശോധിക്കാൻ, അതിന് ചടുലമായ നേതൃത്വം നൽകാൻ കുടുംബങ്ങളിൽ കാരണവന്മാരുണ്ടായിരുന്നു. അത് അവസാന വാക്കുകളായിരുന്നു. പക്ഷേ ഇന്ന് ഇതുപോലെയുള്ള കുടുംബ സംഗമത്തിന്റെ പ്രസക്തി എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ചിലതൊക്കെ പഴയതിലേക്ക് മടങ്ങിപ്പോകണം എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഒരു പുതിയ തലമുറയിൽ ഒരു കുട്ടിയോട് ഉപദേശിക്കുമ്പോൾ ആ പുതിയ തലമുറയുടെ മനസ്സിൻ്റെ അകത്തേക്ക് വരുന്ന ചിന്തകൾ അത് തന്തവൈബായി മാറുന്ന കാലഘട്ടമാണ്. നിങ്ങളൊക്കെ ഏത് കാലഘട്ടങ്ങളിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന തന്തവൈബ് എന്ന് പറയുന്ന കാലഘട്ടം അവൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് ചേർത്ത് വെച്ച് അവൻ പറയുന്നതിനപ്പുറത്ത് ചില സംസ്കാരങ്ങളെ
പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ഈ കുടുംബ സംഗമത്തിന്റെ മഹത്വം. ടി ഫാറൂഖ് ഹാജി അധ്യക്ഷനായി. ഇസ്മയിൽ വലിയപറമ്പത്ത് സ്വാഗതം പറഞ്ഞു. പാനൂർ നഗരസഭ കൗൺസിലർമാരായ എൻ എ കരീം, ആവോലം ബഷീർ, കിടഞ്ഞി മഹല്ല് ജമാഅത്ത് പ്രസിഡന്റ് ഹമീദ് പൊറ്റേരി, പി കെ ഷൗൽ ഹമീദ്, എം സുധാകരൻ മാസ്റ്റർ, ടി മൗറൂഫ്, ടി കെ ഹാരിസ്, മാണിക്കോത്ത് സുലൈമാൻ, ആരിഫ് നടക്കോത്ത്, എം ടി പോക്കർ ഹാജി, ആർ ഇബ്രാഹിം, ജലീൽ വടക്കയിൽ, മുഹമ്മദ് കോയപ്പള്ളി, സി എം ഇസ്മയിൽ എന്നിവർ സംസാരിച്ചു. കലാപരിപാടികളും അരങ്ങേറി. ഉച്ചതിരിഞ്ഞു നടന്ന സമാപന സെഷനിൽ ടി ഖാലിദ് അധ്യക്ഷനായി. റഷീദ് വടക്കയിൽ സ്വാഗതം പറഞ്ഞു. സക്കീന ടീച്ചർ പ്രഭാഷണം നടത്തി. കുടുംബാംഗം കൂടിയായ പാനൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ റുക്സാന ഇക്ബാൽ സമ്മാന വിതരണം നിർവഹിച്ചു. വി കെ മൊയ്തീൻ ഹാജി, ആർ അബ്ദുള്ള, മഹമ്മൂദ് ചാത്തോത്ത്, മൊയ്തു മമ്മള്ളി, ആർ കെ നാസർ, ഇബ്രാഹിം നടക്കോത്ത്, അസീസ് വടക്കയിൽ, കരീം നടക്കോത്ത്, മുനീർ മടത്തുംതാഴ, സമീർ റേരോത്ത് എന്നിവർ പ്രസംഗിച്ചു. പ്രമുഖ സോഷ്യലിസ്റ്റും ജനതാദൾ നേതാവുമായിരുന്ന നാദാപുരത്തെ എം കുഞ്ഞിരാമൻ മാസ്റ്ററെ അനുസ്മരിച്ചു. 16ാം ചരമവാർഷിക ദിനത്തിൽ RJD നാദാപുരം മണ്ഡലം കമ്മിറ്റി കല്ലാച്ചിൽ സംഘടിപ്പിച്ച സർവകക്ഷി അനുസ്മരണ സമ്മേളനം KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. RJD നാദാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കല്ലാച്ചിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. തന്നെ ഏറെ ആകർഷിച്ച നേതാവായിരുന്നു എം കുഞ്ഞിരാമൻ മാസ്റ്ററെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ KP മോഹനൻ MLA അനുസ്മരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ നമുക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ എളിമയോടുകൂടിയുള്ള പ്രവർത്തനവും അതേസമയം എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണെന്ന് തോന്നിയാൽ തെറ്റ് അത് കാണിച്ചുകൊണ്ട് വളരെ ശക്തമായിട്ട് അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു സഖാവായിരുന്നു സഖാവ് കുഞ്ഞിരാമൻ മാസ്റ്റർ. വീട്ടിലൊക്കെ തന്നെ പോയാലും അതോടൊപ്പം ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് ഇങ്ങോട്ടും അതുപോലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ അദ്ദേഹം തരും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ രൂപത്തിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞ സോഷ്യലിസ്റ്റ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥമാണ് കുഞ്ഞിരാമൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ആ രൂപത്തിൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ സാമൂഹ്യ രംഗത്ത് എന്തൊക്കെ ചെയ്യണം. വെറും രാഷ്ട്രീയം എന്ന രൂപത്തിൽ ഒരു പാർട്ടിയുടെ കൊടി പിടിച്ചുകൊണ്ട് അത് മാത്രം പോവുക എന്നതിനേക്കാൾ ഉപരി ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം പുറത്തു കാണുന്ന സാമൂഹിക പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള സംഘപരിവാർ നീക്കം അപകടകരമാണെന്നും ഇക്കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും KP മോഹനൻ MLA ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ അവിടെ വലിയ വിപ്ലവമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനെതിരെയൊക്കെ തന്നെ പ്രതികരിക്കുന്നവരായിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ സോഷ്യലിസ്റ്റുകൾ ഉണ്ടായത് അന്നത്തെ കാലഘട്ടത്തിൽ. ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കില്ല. ഏതായാലും കുഞ്ഞിരാമൻ മാസ്റ്ററെ സംബന്ധിച്ചോളം നമുക്ക് എന്നും ഓർമ്മിക്കാൻ കഴിയണം. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പ്രവർത്തകരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. RJD നാദാപുരം നിയോജകമണ്ഡലം പ്രസിഡന്റ് വത്സരാജ് മണലാട്ട് അധ്യക്ഷനായി. CPM നാദാപുരം ഏരിയ സെക്രട്ടറി A മോഹൻദാസ്, DCC സെക്രട്ടറി ആവോലം രാധാകൃഷ്ണൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം രജീന്ദ്രൻ കപ്പള്ളി, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ്, RJD സംസ്ഥാന കൗൺസിൽ അംഗം EK സജിത് കുമാർ, സീനിയർ നേതാവ് M വേണുഗോപാലക്കുറുപ്പ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PM നാണു, MP വിജയൻ, യുവജനതാ സംസ്ഥാന ജനറൽ സെക്രട്ടറി K രജീഷ്, മഹിളാ ജനത മണ്ഡലം പ്രസിഡന്റ് ശ്രീജ പാലാപ്പറമ്പത്ത്, RJD മണ്ഡലം ഭാരവാഹികളായ KV നാസർ, VK പവിത്രൻ, M ബൽരാജ്, CH ഫൈസൽ മായൻ തുടങ്ങിയവർ സംസാരിച്ചു. കതിരൂർ വേറ്റുമൽ മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയുമാണ് അനുമോദിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. പറയുന്നത് അത് ഈ നാടിന് വേണ്ടിയായിരിക്കണം, മനുഷ്യ നന്മക്ക് വേണ്ടിയായിരിക്കണം. മനുഷ്യ നന്മക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയതുപോലെയുള്ള അങ്ങനെ അഹോരാത്രമായ പണ്ഡിതന്മാർ നടത്തിയതുപോലുള്ള പ്രവർത്തനങ്ങളെ പിൻപറ്റിക്കൊണ്ടുള്ള ഇടപെടലായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമ്മൾ എങ്ങനെ ഈ നിലയിൽ വളർന്നു വന്നു എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വക്കം അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരു നവോത്ഥാന പ്രവർത്തകനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു.
അദ്ദേഹം മാധ്യമ പ്രവർത്തകൻ എന്നുള്ളത് മാത്രമല്ല, ബഹുഭാഷ അറിയുന്ന മഹത് വ്യക്തിയായിരുന്നു. രംഗീഷ് കടവത്ത് ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. ആ സംഗതിയെ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെടാൻ, ആ സംഗതി വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ, ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ കാണുമ്പോൾ, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ മനസ്സിന് സന്തോഷമുണ്ടാവുന്നുണ്ട് എങ്കിൽ ആ സന്തോഷം കിട്ടുന്ന പ്രവൃത്തിയാണ്, സാധനമാണ്, സംഗതിയാണ് ലഹരി. ഓക്കെ, ഇപ്പൊ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പൊ ഏത് പോരാട്ടാന്നുള്ളത് വിഷയം രാവിലെ എണീക്കുമെന്നത് കാണുന്നത് തോന്നുന്നുണ്ടോ? എന്താ ഒന്നും എന്നാ ഇനി ജീവിക്കുക വേണ്ട. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒന്നും തോന്നുന്നില്ല, പിന്നെ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ തോന്നണ്ടേ? BMW പ്രസിഡന്റ് ആർ ജുറൈദ് അധ്യക്ഷനായി. ആർ യൂനസ്, വാർഡംഗം സുധീഷ് നയ്യൻ, AC അബ്ദുൾ റഹ്മാൻ, VP റമീസ്, ഫാഫി സിദ്ദിഖി, ദോഹിത് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. BMW ജനറൽ സെക്രട്ടറി K മുനീർ സ്വാഗതവും AC ഹാരിസ് നന്ദിയും പറഞ്ഞു. സിക്സ് കേരള ബറ്റാലിയൻ NCCയുടെ സബ് യൂണിറ്റായ ധർമ്മടം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് NCC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണ വിതരണ പരിപാടി സംഘടിപ്പിച്ചു. തലശ്ശേരി, കണ്ണൂർ ടൗണുകളിലെ തെരുവുകളിൽ അലയുന്നവർക്കാണ് ഭക്ഷണ വിതരണം നടത്തിയത്. സിക്സ് കേരള ബറ്റാലിയൻ NCCയുടെ സബ് യൂണിറ്റായ ധർമ്മടം ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് NCC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഉച്ചഭക്ഷണ വിതരണം സംഘടിപ്പിച്ചത്. തലശ്ശേരി, കണ്ണൂർ ടൗണുകളിൽ തെരുവുകളിൽ കഴിയുന്നവർക്കാണ് ഭക്ഷണം വിതരണം ചെയ്തത്. സിക്സ് കേരള ബറ്റാലിയൻ NCCയുടെ ഭാഗമായ ബ്രണ്ണൻ കോളേജിലെ NCC യൂണിറ്റ് കാർഗിൽ വിജയ് ദിവസ് ആചരിച്ചു. എക്സ് കമാൻഡിംഗ് ഓഫീസർ കേണൽ ശ്രീജയൻ ഉദ്ഘാടനം ചെയ്തു. കാർഗിൽ സ്മൃതി സ്തൂപത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും നടത്തി. കൃപ പി ബാബു, NCC ഓഫീസർ A സുസ്കി എന്നിവർ സംസാരിച്ചു. NCC കേഡറ്റുകളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഒരിടവേള കൂടി. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി.
മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. ചൊക്ലി ആണ്ടിപ്പീടികയിൽ നിർമ്മിക്കുന്ന ജനകീയ കളിസ്ഥലം നിർമ്മാണത്തിന്റെ ഭാഗമായി അമരന്തൽ ക്ലബിന്റെ നേതൃത്വത്തിൽ ആണ്ടിപ്പീടികയിൽ അച്ചാർ ചലഞ്ച് സംഘടിപ്പിച്ചു. ജനകീയ പങ്കാളിത്തത്തോടെ അച്ചാർ നിർമ്മിച്ച് ഓർഡർ സ്വീകരിച്ചും അല്ലാതെയുമാണ് വിതരണം ചെയ്യുന്നത്. പൊതു കളിസ്ഥലത്തിന് പണം കണ്ടെത്താൻ ബിരിയാണി ചലഞ്ചും ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അച്ചാർ ചലഞ്ചിന്റെ ആദ്യ വിൽപ്പന ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KK പവിത്രൻ മാസ്റ്റർ മുൻ ചൊക്ലി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T ജയേഷിന് കൈമാറി ഉദ്ഘാടനം ചെയ്തു. കളിക്കാതെ ഒരു മനുഷ്യനും ജീവിക്കുന്നില്ല. കളിയിൽ ശാസ്ത്രീയമായ കളിയുണ്ട്, ശാസ്ത്രീയമല്ലാത്ത കളികളുമുണ്ട്. ശാസ്ത്രീയമല്ലാത്ത കളികൾ നമ്മുടെ വീടുകളിൽ കുട്ടികൾ കളിക്കുന്ന കളികളായി. പക്ഷേ അത് ശാസ്ത്രീയമാക്കുക എന്നുള്ളത് പുരോഗമിച്ച ഒരു സമൂഹത്തിന്റെ ഉദ്ദേശ്യങ്ങളിൽപ്പെട്ടതാണ്. ഇവിടെ അടുത്തായി ഒരു 30 സെന്റ് സ്ഥലമാണിപ്പോൾ കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നത്. 30 സെന്റ് സ്ഥലത്തിന് 30 ലക്ഷം രൂപയും രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ ഒരു 10-32 ലക്ഷം ഉറുപ്പിക വേണ്ടി വരും. കുറച്ച് പൈസ ഇപ്പോൾ അഡ്വാൻസായി കൊടുത്തിട്ടുണ്ട്. അച്ചാർ ചാലഞ്ചിലൂടെ മാത്രം നമുക്കിത് സമാഹരിക്കാൻ കഴിയുകയില്ല. പക്ഷേ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ അഥവാ ക്ലബ് അമരന്തയിൽ പ്രസിഡന്റ് ആശിഷ് NK അധ്യക്ഷനായി. മുൻ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ്, വാർഡംഗം M സന്തോഷ്, റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ റോജസ്, പ്രേമി എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി K നമിത് സ്വാഗതവും KK സാജേഷ് നന്ദിയും പറഞ്ഞു. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ആയില്യം നാൾ ആഘോഷം സമുചിതമായി ആഘോഷിച്ചു. അഖണ്ഡ നാമജപം, നാഗപൂജ, മുട്ടസമർപ്പണം, പ്രസാദ ഊട്ട് എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി മാടമന ഈശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ആയില്യനാൾ ആഘോഷത്തിന്റെ ഭാഗമായി അഖണ്ഡ നാമജപം, നാഗപൂജ, മുട്ടസമർപ്പണം, പ്രസാദ ഊട്ട് തുടങ്ങിയവ നടന്നു. ക്ഷേത്ര മേൽശാന്തി മാടമന ഈശ്വരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാവിലെ ഗണപതി ഹോമവും വൈകിട്ട് രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ആഗസ്റ്റ് 3 രാവിലെ 10 രാമായണം, മഹാഭാരതം എന്നീ മഹത് ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി പുരാണ ഇതിഹാസങ്ങളിലൂടെ പ്രശ്നോത്തരി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടക്കും. പ്രായഭേദമന്യേ ഏവർക്കും പങ്കെടുക്കാമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു.
ശിവായ ഓം നമഃ 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 ശിവായ വന്ദിതപദം സുന്ദരം സുകുമാരം സുഹൃതിജനോ മനോമന്ദിരം രാമചന്ദ്രം ജഗദാദി അഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താൻ ആനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമൂർത്തേ കമലാപദേ ധരാപദേ മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഇഗ്നൈറ്റ് ഇൻഡക്ഷൻ പ്രോഗ്രാം കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് മാഹി MLA രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. മാഹി MLA രമേശ് പറമ്പത്ത് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സയൻസ് ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിലെ വിവിധ ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റിനെ അറിയിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോൾ ഡാറ്റ കളക്ട് ചെയ്യുക. അത്തരത്തിലുള്ള ഡാറ്റ സയൻസ്, ഈ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മുടെ ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇനി ഡോക്ടർ ഉണ്ടാകുമോ, അല്ലെങ്കിൽ പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന ആർക്കിടെക്ട് ഉണ്ടാകുമോ, അല്ലെങ്കിൽ നമുക്ക് സംശയമാണ്. ഇപ്പൊ ചൈനയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുകയാണ്. ഡോക്ടറും ഹോസ്പിറ്റലും എല്ലാം അവർ തന്നെയാണ്. ഇപ്പോ ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മെറ്റയെ സമീപിക്കുന്നു. അതേപോലെ തന്നെ സംശയമുണ്ടെങ്കിൽ നമ്മളിപ്പോ ആർട്ടിഫിഷ്യലിന്റെ പുതിയ രൂപമായ ജെമിനിയെ സഹായിക്കുന്നു. നിങ്ങൾക്ക് പോകില്ലേ? ഉണ്ട്. പരീക്ഷയ്ക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻ ജെമിനിയോട് ചോദിച്ചാൽ മതി. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും പുതിയ ഭാഗമായ പുതിയ വേർഷൻ ഇപ്പൊ US തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനിയും അത് പുറത്തു വരില്ല. അപ്പോ ആ രീതിയിലുള്ള ഒരു ലോകത്തൂടെ സഞ്ചരിക്കുകയാണ് നമ്മൾ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഇവിടെ വത്സരാജനെ പോലെ ഈ സംഘടന മേഖലയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒട്ടനവധി ഡയറക്ടേഴ്സ് ഇവിടെ ഈ സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠിച്ചുയരാൻ വേണ്ടി ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ഡൽഹിയിലും ചെന്നൈയിലുമുള്ള അതേ കോഴ്സുകളാണ് ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഇവിടെ ഈ കോഴ്സ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. നിറഞ്ഞ സദസ്സാണ് ഈ സദസ്സ്. ചെയർമാൻ മുൻ പുതുച്ചേരി ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് അധ്യക്ഷനായി. പോണ്ടിച്ചേരി ഡിപ്പാർട്ട്മെന്റിന് നേരിട്ട് മേൽനോട്ടത്തിൽ നടത്തുന്ന കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് നമുക്കതിന് വേണ്ടുന്ന സമ്മതപത്രം നൽകിയത്. ഇത്തവണ കുട്ടികളുടെ എണ്ണം പ്രസിഡന്റ് സജിത് നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും സ്വരൂപിച്ച പണവും അർദ്ധ സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയിൽ ഗവൺമെന്റ് നൽകിയ ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മികച്ച വിദ്യാഭ്യാസം മാഹിയിൽ എങ്ങനെ കൊടുക്കാം എന്ന ഒരാശയം ഇവിടെ ചെയർമാന്റെ മുന്നിൽ ഉള്ള ഒരാശയമാണ് ഇത്തരത്തിലൊരു സഹകരണ സ്ഥാപനം ഈ വിദ്യാഭ്യാസ രംഗത്ത് തലയെടുത്ത് നിൽക്കുന്ന ഒരു കാര്യം. വൈസ് പ്രസിഡന്റ് MK ശ്രീജേഷ്, ഡയറക്ടർമാരായ ആശാലത, K ശ്രീധരൻ, TM സുധാകരൻ, TP ഷാജേഷ്, കോളേജ് അഡ്മിനിസ്ട്രേറ്റർ PK സുരേഷ് ബാബു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി ദേവി CG സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി TV രാജേഷ് നന്ദിയും പറഞ്ഞു.
ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന മേക്കുന്നിലെ VP സത്യൻ 19ാം വാർഷിക അനുസ്മരണ പരിപാടികൾ സമാപിച്ചു. സമാപനത്തോടനുബന്ധിച്ച് ഉത്തരമേഖല അണ്ടർ-13 ഫുട്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനവും ടൂർണമെന്റ് വിജയികൾക്കുള്ള സമ്മാനദാനവും ചൊക്ലി സബ് ഇൻസ്പെക്ടർ വിനീത് നിർവഹിച്ചു. ഇപ്പം 9 മണിയോളമായി ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു ടൂർണമെന്റ് അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കടമ്പയാണ്. നിങ്ങൾക്ക് വന്ന് കളിച്ചു പോകുന്നല്ല, അതിന്റെ പുറകിലുള്ള ഒരു സംഘാടകവും സമിതി എന്ന് പറയുന്നത് അവരുടെ ഒരു ടെൻഷനും ഇത് തീരും സമ്മാനദാനം കഴിഞ്ഞ് എല്ലാവരെയും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി K. സുരേന്ദ്രൻ അധ്യക്ഷനായി. KC രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ അൻസാർ, രാജീവ് കുമാർ, PK ഹരിദാസ്, അബ്ദുൾ നാസർ, KP ഷിജി തുടങ്ങിയവർ സംസാരിച്ചു. പുന്നൂൽ മാപ്പിള LP സ്കൂളിൽ അലിഫ് അറബിക് ക്ലബ്, അറബിക് ലാംഗ്വേജ് ലാബ് എന്നിവ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ സുഷീർ ഹസൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുശീൽ ഹസൻ ലാംഗ്വേജ് ലാബിന്റെയും ലാംഗ്വേജ് ക്ലബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. KP അബ്ദുൾ ഗഫൂർ അധ്യക്ഷനായി. SRG കൺവീനർ AP ലത, മദർ PT പ്രസിഡന്റ് മുർഷിദ എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. പ്രധാന അധ്യാപിക PK ബിന്ദു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി MK മുനീറ നന്ദിയും പറഞ്ഞു. സെയിൻ യുനാനി വെൽനസ് ആൻഡ് ഹിജാമ സെന്റർ ചൊക്ലിയിൽ പ്രവർത്തനം തുടങ്ങി. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ആധുനിക ചികിത്സാ രംഗത്ത് ഏറെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന യുനാനി ചികിത്സയാണ് ചൊക്ലിയിൽ ആരംഭിച്ചിരിക്കുന്നത്. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ എന്നിവർ ചേർന്ന് സെയിൻ യുനാനി വെൽനസ് ആൻഡ് ഹിജാമ സെന്റർ ഉദ്ഘാടനം ചെയ്തു. കഴുത്തുവേദന, നടുവേദന, മുട്ടുവേദന, ഉപ്പൂറ്റിവേദന, വെരിക്കോസ് വെയിൻ തുടങ്ങിയവയ്ക്കൊക്കെ വിദഗ്ധമായ ചികിത്സയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഈ രംഗത്തെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. പനിക്ക് ശേഷമുള്ള വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ശരീരവേദന എന്നിവയ്ക്ക് പെട്ടെന്നുള്ള പരിഹാരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കിഡ്നി സ്റ്റോൺ, അലർജി, ശ്വാസമുട്ടൽ, സോറിയാസിസ് എന്നിവയ്ക്ക് പ്രത്യേക ചികിത്സയും ലഭ്യമാണ്. ചൊക്ലി കാഞ്ഞിരത്തിന് കീഴിൽ MRA എക്സ്പ്രസിന് സമീപത്തായാണ് സെയിൻ യുനാനി വെൽനസ് ആൻഡ് ഹിജാമ സെന്റർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കരിയാട് പുതുശ്ശേരി പള്ളിയിൽ ശ്രീശുദ്ധി ലൈവ് കോക്കനട്ട് ഓയിൽ പ്രവർത്തനം തുടങ്ങി. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. ശ്രീശുദ്ധി ലൈവ് കോക്കനട്ട് ഓയിൽ കരിയാട് പുതുശ്ശേരി പള്ളി കിടഞ്ഞി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം ഉദ്ഘാടനം ചെയ്തു. 100% ശുദ്ധമായ വെളിച്ചെണ്ണ മിതമായ വിലയിൽ, പൂപ്പലും ഫംഗസും ബാധിക്കാതെ ഡ്രയറിൽ ഉണക്കിയെടുത്ത കൊപ്രയുടെ വെളിച്ചെണ്ണ ഉൽപ്പാദനം കൺമുന്നിൽ തന്നെ
കൊപ്ര കൊണ്ടുവരുന്നവർക്ക് അപ്പോൾ തന്നെ ആട്ടി വെളിച്ചെണ്ണ നൽകുന്ന സംവിധാനം, ഉരിച്ച പച്ചത്തേങ്ങ മാർക്കറ്റ് വില നൽകി തൂക്കി വാങ്ങുന്നത് തുടങ്ങിയവയ്ക്കൂടെ ശ്രീശുദ്ധി ലൈവ് കോക്കനട്ട് ഓയിലിൻ്റെ പ്രത്യേകതയാണ്. ആരോഗ്യമാണ് പ്രധാനം, ആശിച്ചത് കഴിക്കാം ആശങ്കയില്ലാതെ എന്ന സന്ദേശമുയർത്തിയാണ് ശ്രീശുദ്ധി ലൈവ് കോക്കനട്ട് ഓയിൽ പ്രവർത്തനം ആരംഭിച്ചതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സന്തോഷം തോന്നിയത് കച്ചവട താല്പര്യത്തിനപ്പുറത്ത് അതിന് കൊടുത്ത ഒരു വലിയ സന്ദേശമുണ്ട്. അത് പുതിയ കാലഘട്ടം, പുതിയ കാഴ്ചപ്പാടുകൾ, കച്ചവട സംരംഭങ്ങളെ അതിന്റെ ലക്ഷ്യത്തോടുകൂടി അതിന്റെ താല്പര്യത്തോടുകൂടി കാണുന്നതിനപ്പുറത്ത് ആരോഗ്യമാണ് പ്രധാനം, ആശിച്ചത് കഴിക്കാം ആശങ്കയില്ലാതെ. അതൊരു വലിയൊരു മെസ്സേജാണ്, ഒരു സന്ദേശമാണ്. പാനൂർ നഗരസഭാ കൗൺസിലർ NA കരീം ആദ്യ വിൽപ്പന നിർവഹിച്ചു. പാനൂർ നഗരസഭാ കൗൺസിലർ MTK ബാബു അധ്യക്ഷനായി. കൗൺസിലർമാരായ അൻവർ കക്കാട്, CK സജില, ആവോലം ബഷീർ, പ്രൊപ്പറേറ്റർ MK ശ്രീധരൻ, KP ചന്ദ്രൻ, TH നാരായണൻ, സന്തോഷ് V കരിയാട്, RK പ്രദീപൻ, NK രവി, P രാഗേഷ്, VK ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ധർമ്മടം മീത്തലപ്പീടികയിൽ തീപ്പെട്ടി കമ്പനിയിൽ തീപിടുത്തം. ഫയർഫോഴ്സ് എത്തി തീയണച്ചതിനാൽ വൻ അപകടമൊഴിവായി. ലോക പ്രകൃതി സംരക്ഷണ ദിനാചരണം. തലശ്ശേരിയും കടൽപ്പാലവും ശുചീകരിച്ച് ക്രോസ്. തൃപ്പങ്ങോട്ടൂർ കുന്നോത്തുപുറം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പത്തായക്കല്ല് പാലം ഉദ്ഘാടനം 29-ന്. പാലം നിർമ്മിച്ചത് 2.25 കോടി രൂപ ചിലവിൽ. ദുലീപ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇടം നേടി സൽമാൻ നിസാർ. തലശ്ശേരിയുടെ അഭിമാനം വാനോളം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.